പാലക്കാട് ഒരു പെട്ടി വിവാദം, അത് കഴിഞ്ഞു ഇതാ ഇപ്പൊ വീണ്ടും നിലമ്പൂർ ഒരു പെട്ടി വിവാദം. ഈ പെട്ടി എന്നുള്ളത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പുണ്ട് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പുണ്ട്, പെട്ടി ഉണ്ടാവുക, ഒരു വിവാദം ഉണ്ടാക്കുക എന്നുള്ളത് ട്രെൻഡിങ് ആയിട്ടുണ്ട്. ഈ ട്രെൻഡിങ് ആകുന്നതായിക്കോട്ടെ, അത് അവർ ചെയ്തോട്ടെ. പക്ഷെ ഇത് ആർക്ക് ഗുണം ചെയ്യും? അതായത് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് മലപ്പുറത്ത് ഇപ്പോൾ നടക്കുന്ന ഈ നിലമ്പൂരിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വാടാപ്പുറം പാലം എന്ന സ്ഥലത്ത് വെച്ചാണ്. വാടാപ്പുറം പാലത്തിന്റെ അവിടെ ഈ പോലീസ് അവരുടെ ഒരു ചെക്കിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഷാഫി പറമ്പിൽ MP വണ്ടി, അദ്ദേഹം തന്നെയാണ് ഓടിക്കുന്നത്. അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ അല്ലാതെ തന്നെ ആത്മസുഹൃത്തായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിന്റെ അടുത്ത സീറ്റ്, ലീഗ് നേതാവ് PK ഫിറോസും ഉണ്ടായിരുന്നു. ഇവർ 3 പേരും കൂടെ സഞ്ചരിക്കുമ്പോഴാണ് പോലീസ് ഇവരെ തടയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, എന്നിട്ട് വണ്ടി തുറക്കാൻ പറയുന്നു, തുറന്നിട്ട് ഈ പെട്ടി എടുക്കാൻ പറയുന്നു. പെട്ടി കാണുമ്പോൾ തന്നെ വേണ്ട, തിരിച്ചു വെച്ചോളൂ എന്ന് പറയുന്നു. അപ്പോൾ ഇതിൽ എന്താ അർത്ഥമാക്കാനുള്ളത്? പോലീസിന് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, ഇത്തരത്തിൽ ഒരു കളർ ഇന്ന കളറിലുള്ള ഒരു പെട്ടി കഴിഞ്ഞ പാലക്കാട് ഇലക്ഷനിൽ നീല നിറമായിരുന്നു. അതെ, ഇപ്പോഴൊരു ഈ ഒരു നിറത്തിൽ ഒരു പെട്ടി ഉണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യത്തക്ക രീതിയിൽ പോലീസിന് മെസ്സേജ് പോയിട്ടുണ്ട്. അപ്പോൾ ആ മെസ്സേജിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇത് പെട്ടി തുറക്കാൻ പറഞ്ഞത്, ഡിക്കി തുറക്കാൻ പറഞ്ഞത്, പുറത്തു വെക്കുന്നു, എന്നിട്ട് പെട്ടി പരിശോധിക്കുന്നു. ദെൻ ഇതിന് വേറെ പരിശോധനയൊന്നുമില്ല, പൊയ്ക്കോളൂ എന്ന് പറയുന്നു. എന്നിട്ട് പിന്നെ ഉണ്ടാകുന്ന സംഭാഷണം രാഹുൽ മാങ്കൂട്ടം പറയുന്നത് വളരെ മോശമായിട്ടാണ് പോലീസ് ഇടപെട്ടത്, പോലീസിന്റെ പെരുമാറ്റം വളരെ വാടാപോട സ്റ്റൈലിലായിരുന്നു, അതും ഒരു MLA യോട്. നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ജനാധിപത്യ പ്രക്രിയയിൽ പോലീസ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ മാത്രമാണ്, നിയമപാലകൻ മാത്രമാണ്. ഇവർ നിയമം പാലിക്കാനായി ഓർഡർ ഇടുന്ന ജനങ്ങളാൽ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ് ഇവര്. അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോലീസിന്റെ ഭാഗത്ത് തെറ്റാണ്. നമ്മുടെ പോലീസിന്റെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ പോലീസിന് ആരോ ഇങ്ങനെ ലിഖിതമായിട്ടാണോ കൊടുത്തിട്ടുണ്ട്, അനുവാദം കൊടുത്തിട്ടുണ്ട്. കാരണം ഒരു വിഷയത്തിന് വേണ്ടി നിരത്തിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരാളെ പോലും മര്യാദയോടെ സംസാരിക്കുക, എടാ, വാടാ, പോടാ, പോടി, നീ ആരടി, എത്ര എഡ്യൂക്കേറ്റഡ് ആയ BEd കാരനായിരുന്നാലും PhD കിട്ടിയ പോലീസ് ഓഫീസർ ആയിരുന്നാലും നീ ആരടി, ഇതൊക്കെ വിളിക്കുള്ളൂ. പേര് പറയുമ്പോ ജനമൈത്രി പോലീസ് ഒക്കെയാണ്, പക്ഷെ പ്രകടനം ഇത് തന്നെയാണ്. എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല, ചില ഓഫീസേഴ്സ് ഉണ്ട് വളരെ മാന്യമായിട്ട് പെരുമാറും. പക്ഷെ ആ വിരളം കുറച്ചു പേരുടെ വില കളയാൻ വേണ്ടി ഭൂരിഭാഗവും നിലകൊള്ളുന്നു എന്നുള്ളതാണ്. അതെ. അപ്പൊ ഇതില് ഈ പറയുന്ന പോലെ നമ്മൾ ഇതിൽ മനസ്സിലാക്കാനുള്ള ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നത്, ഒന്ന്, പോലീസിന് ഈ ഇൻഫർമേഷൻ കൊടുത്ത് പറ്റിച്ചതാണോ? കാര്യം അതെ, അതിനൊരു സാധ്യതയുണ്ട്. ഒന്ന്, ഈ പറയുന്ന പോലെ പാലക്കാട് ഉണ്ടായ വിഷയം, പാലക്കാട് ചിലപ്പോൾ സംഭവിച്ചേക്കാം. കാര്യം പാർട്ടിക്കാർ, നമുക്ക് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് തിരുവനന്തപുരത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, പോലീസിന് രഹസ്യ വിവരങ്ങൾ കൊടുക്കുന്ന ചില സ്ട്രേഞ്ചേഴ്സ് ഉണ്ട്. എനിക്ക് എൻ്റെ ചില പത്രപ്രവർത്തക സുഹൃത്തുക്കൾ രഹസ്യമായിട്ട് കാണിച്ചിട്ടുണ്ട്, ഇത് പോകുന്നവൻ പോലീസിന് രഹസ്യ വിവരങ്ങൾ കൊടുക്കുന്ന ആളാണ്. ആ ചേട്ടനൊക്കെ എനിക്ക് അറിയാവുന്നതാണ്, 1-2 പേരൊക്കെ, അവർക്ക് പത്രപ്രവർത്തകരും കൂടെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില സ്ട്രേഞ്ചേഴ്സും ഉണ്ട്. ഇവരിങ്ങനെയുള്ള കാര്യം, ഒരു സാർ അല്ലെങ്കിൽ ചേട്ടാ ഇന്ന പോലെ ഇവർ പെട്ടിയിൽ പണം കൊണ്ടുപോകുന്നുണ്ട് എന്ന് പറയാം. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം ആ ഹോട്ടൽ മുറിയിൽ പണപ്പെട്ടിയുമായി കണ്ട വ്യക്തി ആരാണ്? ഇവരുടെ KSU തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി കള്ള വോട്ട് ഉണ്ടാക്കുന്നതിന് കൂടെ നിന്ന് വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിയ പ്രധാന ആളാണ്. അതെ, അയാള് പാല് മാത്രമേ കുടിക്കുള്ളൂ എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. മാത്രല്ല ആ ഹോട്ടലുമായി ബന്ധപ്പെട്ട് അതിന്റെ ഉടമസ്ഥനും വിഷയമൊന്നുമില്ല. അല്ല, ഹോട്ടലിന്റെ ഉടമസ്ഥൻ ഇവരുമായി, അതായത് ഈ ഒരു കോൺഗ്രസ് പാരമ്പര്യം ഉള്ള ആളാണെന്നും മറ്റും ഉണ്ടായിരുന്നു. അതായത് ഇനിയിപ്പോ ഉണ്ടായിട്ടുണ്ട്, ഞാൻ അത്രേ ഉദ്ദേശിച്ചുള്ളൂ. ഇനിയിപ്പോ അവിടെ വിഷയം ഉണ്ടായിരുന്നെങ്കിലും ഇവർക്ക് മാറ്റാനുള്ള അതുണ്ടായിരുന്നു. ആ പണപ്പെട്ടി അവരവിടെ നിന്ന് മാറ്റി, അത് സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ രീതിയിൽ ഉണ്ടായ കാര്യം തങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള CPM-ന്റെ ഒരു വിഷമമാണ് അവിടെ കണ്ടത്. ഇവിടെ കണ്ടിരിക്കുന്നത് ഒന്നുകിൽ ഫോൾസ് ഇൻഫർമേഷൻ, അല്ലെങ്കിൽ കേട്ട പാതി കേൾക്കാത്ത പാതി കാള പെറ്റു ഇവർ കയറെടുത്തു. ഈ ഫോൾസ് ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ അതിലൊരു സാധ്യത കൂടിയുണ്ട്. കാരണം മറ്റു സ്ഥലത്ത്, അതായത് പാലക്കാട് CPM-ന് ഈ പറഞ്ഞ കെണി വെച്ച് പിടിക്കാൻ പറ്റിയില്ല.
അവര് തന്നെ സ്വയം ഒരുക്കിയ കെണിയായിരുന്നെങ്കിൽ പോലും മുമ്പിൽ വന്ന് കണ്ടിട്ട് പോലും അവർക്ക് ഈ കാര്യം പുറത്തു കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷേ അതേ സമയത്ത് ഇപ്പോൾ നിലമ്പൂർ ഇതേപോലെ ഒരു വിഷയം ഉണ്ടാവുകയും ഫോൾസ് ഇൻഫർമേഷനും ആണെന്ന് വിചാരിക്കുക, ഓട്ടോമാറ്റിക്കലി ഇത് അന്വേഷിക്കുന്നത് പോലീസാണല്ലോ. പോലീസ് ചെന്ന് അന്വേഷിക്കുന്നു, പിടിക്കുന്നു, അത് ഒന്നുമില്ല എന്ന് പറയുന്നു. ഇവർ ഇതുപോലെ ഒരു വാർത്ത വരുന്നു. ഇതെല്ലാം ചെയ്യുമ്പോൾ ആർക്കാണ് പ്രശ്നം? സർക്കാരിന് പ്രശ്നം വരുമ്പോ അവിടെ മത്സരിക്കുന്ന സ്വരാജാണ്. സ്വരാജിനെ ഏൽക്കും. സ്വരാജിന്. അതായത് എന്റെ ബലമായ സംശയം, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഇപ്പൊ ഷാഫി പറമ്പിൽ MP, അയാളൊരു യങ് ആയിട്ടുള്ള ഒരു MP ആണ്. ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ യങ് ആയിട്ടുള്ള ഒരു MLA ആണ്. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ തുടക്കക്കാരൊക്കെയാണ് ഇവര്. ഒരു പ്രായവും പക്വതയും ഇച്ചിരി കുറച്ചു നാളിരുന്നപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി ഇതേപോലെ വാഹനത്തിൽ വരികയാണ്. ഇവർ തടഞ്ഞു നിർത്തിയിട്ട് ഈ പട്ടി ഷോ പോലീസുകാർ കാണിക്കും. എന്റെ സംശയം ഇത്രയേ ഉള്ളൂ. അപ്പോ യങ്സ്റ്റേഴ്സ് ആയതുകൊണ്ട് എന്തും കാണിക്കാമെന്നാണോ പോലീസിന്? മറ്റൊരു കാര്യമില്ല ചേട്ടാ, പോലീസാണ്, ആരും ആയിക്കോട്ടെ, ഒരു പക്ഷെ ഹൈറാർക്കി ലെവൽ അനുസരിച്ചിട്ട് ഒരു അന്വേഷണം നടത്തണം, ഒരു കാര്യം പരിശോധിക്കണം. പ്രധാനപ്പെട്ട ഇതുപോലെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ്, പോലീസിന് വിട്ടുകളയാൻ പറ്റും? അല്ല, മെമ്പർ ഓഫ് പാർലമെന്റ് ആണ്. ഞാനൊരു കാര്യം പറയട്ടെ ചേട്ടാ, അതാ ഞാൻ പറഞ്ഞത്, ഹൈറാർക്കി ലെവൽ അനുസരിച്ചിട്ട് മെമ്പർ ഓഫ് പാർലമെന്റിന്റെ കാറിൽ ഇത്തരത്തിലൊരു കാര്യം കടത്തിയെന്ന് വെക്കുക, അപ്പൊ അത് അന്വേഷണ വിധേയമാക്കണ്ടേ? പ്രീത, ഇതിൽ നമുക്ക് 2 ഉപാധികളുണ്ട്. മെമ്പർ ഓഫ് പാർലമെന്റ്, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ് വണ്ടിക്കകത്തിരിക്കുന്നത്. ഒരു ഒറ്റ ഉപാധിയേ ഉള്ളൂ. സർ, വഴിയിൽ നിങ്ങൾ നിർത്തണ്ട. വടപ്പുറം പാലത്തിന് അടുത്ത് ഏതെങ്കിലും ഒരു റെസിഡൻസിൽ താങ്കൾ പോകുന്ന ഹോട്ടൽ ഏതാണ് സർ? ഇന്ന ഹോട്ടലാണ്, ഞങ്ങൾ പുറകെ വരികയാണ്. ഒരു പോലീസുകാരും കൂടെ കാറിനകത്ത് കയറുക, ഈ കാറ് പുറകെ പോവുക. മെമ്പർ ഓഫ് പാർലമെന്റ് ഒരിക്കലും മോശമല്ല. മെമ്പർ ഓഫ് പാർലമെന്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ചെറുതല്ല. അതായത് സീനിയർ ആയിട്ടുള്ള 2 നേതാക്കള്, ഇപ്പൊ കുഞ്ഞാലിക്കുട്ടി, ET മുഹമ്മദ് ബഷീർ, ശ്രീരാമകൃഷ്ണൻ, ഇവരെല്ലാം മലപ്പുറത്തെ ആൾക്കാരാണ്. ഇവരെല്ലാം MLA മാരായിക്കോട്ടെ, MP മാരായിക്കോട്ടെ. ഇവർ വണ്ടി നിർത്തുന്നു. സാർ, വണ്ടി ഒന്ന്, എന്താണ് സാർ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഒരു പൊളൈറ്റായിട്ടാണ് സംസാരിക്കുന്നത്. സാർ, ഞങ്ങൾ വണ്ടിയിൽ കൂടെ ഒരു പോലീസ് ഓഫീസർ കയറുകയാണ്, ഞങ്ങൾ പുറകെ വരികയാണ്, സാറിന്റെ ഹോട്ടൽ എവിടെയാണ്? അതാണ് അതിന്റെ ഒരു മാന്യത. അല്ല, അത് ആവാം, അതില്ലാതെ ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഇവര് ജനപ്രതിനിധികളായതുകൊണ്ട് പരിശോധിക്കില്ല. ഇതിപ്പോ നമുക്ക് 2 തരത്തിൽ ഇവര് ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ ഇതുപോലെയാണ്, ഏതോ അങ്ങനെയൊക്കെയാണ് പോലീസുകാരൻ സംസാരിച്ചിരിക്കുന്നത്. അങ്ങനെയാണ്. ഇതിൽ ഇന്ന പെട്ടി സർ, ഇന്ന കളർ നിറത്തിലുള്ള ഒരു പെട്ടി ഈ വരുന്ന വാഹനത്തിൽ ഉണ്ട്. അപ്പൊ ഇതിൽ ആരാണ് കള്ളൻ? ഷാഫി പറമ്പിലാണോ, രാഹുൽ മാങ്കൂട്ടമാണോ, ഈ പറയുന്ന മറ്റേ യൂത്ത് നേതാവാണോ, PKP ഫിറോസ് ആണോ? ഇവരിൽ ആരാണ് നേതാവ്? മലപ്പുറമാണ് സ്ഥലം, മുഖ്യമന്ത്രിയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് 2 തരത്തിൽ ഇതിന് വിവക്ഷ ഉണ്ടാക്കാം. ഒന്ന്, പോലീസ് തലത്തിൽ സർക്കാരിന് നാറ്റിക്കലായിക്കൊള്ളുന്നില്ലല്ലോ. അതെ, പറഞ്ഞല്ലോ. പോലീസ് തലത്തിൽ, അതായത് ഒരു ഭരണത്തെ ഇല്ലാതാക്കുന്നതും നശിപ്പിക്കുന്നതും പോലീസാണ്. ഇപ്പൊ ആക്ഷേപങ്ങൾ ഒരുപാടുണ്ട് IPS തലത്തിൽ. 2, ഇത്തരത്തിൽ പോലീസിനെ പറഞ്ഞു പറ്റിച്ചതായിക്കൊള്ളുന്നില്ലല്ലോ. അതുമാകാം. അപ്പോ ഈ 2 തരത്തിലുള്ള കാര്യങ്ങളാകാം. അപ്പൊ 2ലും അവമതിപ്പാർക്ക്? ഈ M സ്വരാജിനും ഈ സർക്കാർ. ഈ വിവരം കൊടുത്തത് ഈ പറയുന്ന പോലെ ഫോൾസ് ഇൻഫർമേഷൻ ആണെങ്കിൽ UDFന്റെ തന്നെ പോയിട്ടുള്ളതല്ലേ? അത് നമുക്ക് പറയാൻ കഴിയില്ല. CPM തന്നെ ചിലപ്പോ പണിതാണെന്ന് എങ്ങനെ അറിയാം? അത് ഇലക്ഷൻ നടക്കുന്ന സമയല്ലേ? അതായത് ഇതേപോലെ ഇലക്ഷന് വെറും കൃത്യം എണ്ണം പറയാൻ ദിവസം ഉള്ളപ്പോഴാണ് പാലക്കാട് കളി നടക്കുന്നത്. ഇതും ദിവസം മാത്രം. ഇന്ന് തീയതി 14, 5 ദിവസം കൂടെ ഉള്ളൂ. 19-ാം തീയതി കണ്ടാണെന്നാണ്. ഒരിക്കലും ഒരു നാണക്കേട് ഉണ്ടായതല്ലേ? അപ്പൊ വീണ്ടും CPM തന്നെ ഇത്തരത്തിൽ, അത് നമുക്ക് പറയാൻ കഴിയില്ല. CPM-നകത്ത് ഉള്ള പടയൊരുക്കം, പാർട്ടിക്കകത്ത് പടയൊരുക്കം കോൺഗ്രസിലുമുണ്ട്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെ പൂട്ടാനായിട്ടാണോ പാലക്കാട് ഒരു നീലപ്പെട്ടി ഉണ്ടെന്ന് പറഞ്ഞത്? കാര്യം രാഹുൽ മാങ്കൂട്ടം നേതാവായതിൽ ഇപ്പൊ ജോയിക്കൊക്കെ താല്പര്യമില്ലായിരുന്നു എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റുമോ? ജോയി പിന്നെ KSU പ്രസിഡന്റ് ആയിരുന്നു. പ്രജിതയ്ക്ക് അറിയാമെന്ന് അറിയില്ല. നമ്മളൊരു സംഘടനയെ പണിയെടുക്കുമ്പോൾ, സംഘടനയിൽ നമ്മൾ നിൽക്കുമ്പോൾ, നമ്മൾ സംഘടനയുടെ നേതൃത്വത്തിലേക്ക് വരുന്നതിന് ഇഷ്ടമുള്ളവരെക്കാൾ ഇഷ്ടമില്ലാത്തവരായിരിക്കും കൂടുതലുള്ളത്. അത് സ്വാഭാവികം. ഇവ അയ്യപ്പദാസ് താമസിക്കുന്ന ഏരിയയിലെ ഒരു ബ്രാഞ്ച് ഉണ്ട്, ഒരു പാർട്ടിയുടെ ബ്രാഞ്ചിലെ അംഗമാണെങ്കിൽ അവൻ സെക്രട്ടറി ആകരുത്. അല്ലെങ്കിൽ അവൻ ആ ജില്ല വിട്ട് എറണാകുളത്തേക്ക് പോകരുത്. അവന്റെ പേപ്പർ അവിടെ നിന്ന് ഇവിടെ ഇട്ട് അടിക്കണം. സ്കൂട്ടനി കിടക്കുന്നു, അവിടെ കിടക്കുന്നു, ഇവിടെ കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എന്റെ പേര് തൊട്ടിലാട്ടണ പോലെ ആട്ടിക്കൊണ്ടിരിക്കും. അവിടെയില്ല, ഇവിടെ തീർന്നു. എന്റെ കരിയർ തീർന്നു. ഏതെങ്കിലും ഒരു സംഘടനയിൽ ഒരു കരിയർ ഉണ്ടായിരുന്നെങ്കിൽ ആ കരിയർ തീർന്നു. അതുപോലെ വ്യക്തി വൈരാഗ്യം ഉള്ളവരാണ് ഇതിനകത്തുള്ളത് അത്രയും. അപ്പൊ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് ജയിക്കരുത്. നമ്മൾ അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞ് എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ആറന്മുള മത്സരിക്കുന്നില്ല? നിന്നാ ജയിക്കൂല. അതുകൊണ്ട് പാലക്കാട് അറിയാത്തൊരു സ്ഥലത്ത് വന്ന് അറിയാത്ത ആൾക്കാരുടെ ഇടയിൽ വോട്ട് ചോദിച്ച്
കാരണം അയാളുടെ പുറംപോച്ചയിലെ ആൾക്കാർക്ക് അറിയുള്ളൂ. അയാൾ എന്താണെന്ന് അവർക്കുള്ളവർക്ക് അറിയില്ലല്ലോ. ആ പുറംപോച്ചയിലാണ് ഈ കണ്ട വോട്ടെല്ലാം കിട്ടിയത്, അല്ലേ? അത് ഉറപ്പായിട്ടും. ആ പുറംപോച്ചയാണ് ഇപ്പൊ ഇയാൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മാധ്യമങ്ങളെല്ലാം കൂടി രാഹുൽ മാങ്കൂട്ടം സംസാരിക്കാമോ എന്ന് ചോദിച്ചു. എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള നിരവധി തിരുവനന്തപുരത്തെ കറസ്പോണ്ടന്റ് സുഹൃത്തുക്കളുണ്ട്, നമ്മുടെ സീനിയർ ആയിട്ടുള്ള മൈക്കൗണ്ടിലും എല്ലാവരും വരട്ടെ, അപ്പൊ സംസാരിക്കാന്ന് പറഞ്ഞ് മാങ്കൂട്ടം പോകുന്നു. ഇതിനു മുമ്പ് മാങ്കൂട്ടം ഇങ്ങനെ ആയിരുന്നില്ല. ആര് മൈക്കൗണ്ട് കാണിച്ചാലും സംസാരിക്കാൻ നിൽക്കുന്ന മാങ്കൂട്ടമായിരുന്നു. ഇപ്പൊ മാങ്കൂട്ടം മാറി. എൻറ്റയർലി മാറി. പദവി മാറി, കസേര വരുമ്പോ സ്വഭാവം മാറും ചിലർക്ക്. അപ്പൊ അവിടെയും ഷാഫി അങ്ങനെയല്ല. ഷാഫിയെ ജനം ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഷാഫി ഇദ്ദേഹത്തെയാണ് കൂടെ കൂട്ടുന്നതുണ്ടെങ്കിൽ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാം സൗരഭ്യം എന്ന് പറയുന്ന പോലെ ഷാഫിക്ക് അല്പം മണം കിട്ടാൻ സാധ്യതയുണ്ട്. കാര്യം അദ്ദേഹം ലെജിസ്ലേറ്റീവ് അസംബ്ലി ആളാണ്, മറ്റേ അദ്ദേഹം പാർലമെന്ററി അംഗമാണ്. പോലീസ് കാണിച്ചത് ചെറ്റത്തരമാണ് എന്ന് തന്നെ നമുക്ക് ശുദ്ധപോക്കൃത്തരം. ഈ രണ്ടുപേരെയും വഴി തടഞ്ഞു എന്നുണ്ടെങ്കിൽ, ഇപ്പൊ തടഞ്ഞൊരു DYSP റാങ്കിലെ പോലീസ് ഓഫീസർ ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ പോലീസ് ഓഫീസർ ആയിരിക്കും. സർ, ഞാൻ കൂടെ ഒന്ന് മേ ഐ കയറിക്കോട്ടെ സാർ. എന്താ? അല്ല സാർ, ഇങ്ങനെ ഒരു സൂചന കിട്ടിയിട്ടുണ്ട് സാർ, അത് താങ്കളുടെ പെട്ടി ഒന്ന് പരിശോധിക്കാം. ഇവിടെ വെച്ച് പരിശോധിക്കാമെന്ന് അദ്ദേഹം അനുവാദം കൊടുത്താൽ പരിശോധിക്കാം. അല്ലാതെ പെട്ടി എടുക്ക്, നോക്കട്ടെ, പോടാ, അത് ആരോടും പാടില്ല. ഇത് പിണറായി ജനപ്രതിനിധിയല്ല, സാധാരണ ഒരു പൗരന് ആയാലും ചെയ്യാൻ പാടില്ല. അത് പ്രജിത, ഇത് ആർക്കാണ് ഇതിന്റെ ദോഷം? പിണറായി വിജയനല്ലേ? ഇപ്പം എം സ്വരാജ് തട്ടുകേട് കിട്ടാതെ പറഞ്ഞു വെച്ച എന്താണ്? എനിക്കിത് അറിയില്ല, ഞാനിത് കണ്ടില്ല എന്ന് പറഞ്ഞ് എങ്ങും തൊടാതെയാണ് പോയിരിക്കുന്നത്. പക്ഷേ സ്വരാജിന് ഒരു D മാർക്കാണ്.